ഹായ് ഓൾ. ജൂലൈ 16. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമോ? ഇതെന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ അതെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണിന്ന്. കാരണം ഞാൻ ജനിച്ച ദിവസമാണ്. അതുപോട്ടെ, ഇവിടെ അതല്ലല്ലോ വിഷയം. അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ, മറ്റുള്ളവർക്കായി ഞാൻ പറഞ്ഞു തരാം. ജൂലൈ 16 ലോക പാമ്പ് ദിനമാണ്. പാമ്പുകൾക്ക് വരെ പ്രത്യേക ദിവസമുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ദിവസം നമുക്ക് പ്രിയപ്പെട്ടതാകണ്ടേ? ഇനി എനിക്കും പാമ്പിൻ്റെ സ്വഭാവം ഉണ്ടോ? ജൂലൈ 16 ജനിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണേ. കാര്യം പാമ്പാണ്, എനിക്ക് പേടിയുമാണ്. എന്നാലും എവിടെയെങ്കിലും പാമ്പുകൾ എഴഞ്ഞു പോകുന്നത് കാണാൻ പണ്ടേ എനിക്ക് ഇഷ്ടമാണ്. ഇനി പാമ്പുകളെക്കുറിച്ച് കുറച്ച് രസകരമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിനിപ്പോൾ വാവാ സുരേഷ് ചേട്ടൻ്റെ ചാനലോ നാഷണൽ ജിയോഗ്രഫിക് ചാനലോ കണ്ടാൽ പോരെ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? എങ്കിലും ഇതുകൂടി ഒന്ന് കണ്ടു നോക്ക്. ലോകത്ത് 3000-ലധികം വ്യത്യസ്ത പാമ്പുകളുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ വിഷമുള്ളവയൊന്നുമല്ല. മുട്ടയിടാൻ വേണ്ടി മാത്രം കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പാണ് നമ്മുടെ രാജവെമ്പാല. നമ്മുടെ പാമ്പോ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? പോട്ടെ, ആരുടെയെങ്കിലും ആവട്ടെ. പറക്കുന്ന പാമ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഉണ്ട്. ഈ കൈകാലുകളില്ലാത്ത ജീവികൾ പക്ഷികളെ പോലെയൊന്നും പറക്കില്ലെങ്കിലും അവയുടെ വാരിയെല്ലുകളുടെ സഹായത്തോടെ ശരീരത്തിനടിയിൽ വായു കുടുക്കി മരങ്ങളിൽ നിന്ന് താഴേക്ക് നീങ്ങാൻ കഴിയും. ചെവിയുള്ള പാമ്പുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ചിന്തിക്കുന്നവരോട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. പാമ്പുകളുടെ താഴത്തെ താടിയെല്ലിൻ്റെ അസ്ഥികൾക്ക് വെള്ളത്തിൽ നിന്നോ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നോ ശബ്ദതരംഗങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും. നിങ്ങളിൽ എത്ര പേർക്ക് മരം കയറാൻ അറിയാം? 2 കൈയും കാലും ഒക്കെ ഉണ്ടായിട്ടും എനിക്കറിയില്ല. കൈകാലുകളില്ലാത്ത ജീവി എങ്ങനെ മരം കയറുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇത്തരം ഇഴജന്തുക്കൾക്ക് വയറിൻ്റെ ചെതുമ്പലിൻ്റെ സഹായത്തോടെ മരങ്ങളിൽ സുഗമമായി കയറാൻ കഴിയും. പാമ്പിൻ്റെ വിഷം യഥാർത്ഥത്തിൽ ഉമിനീരായും പാമ്പ് ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾക്കറിയാമോ? ഇരയെ കൊല്ലാനും അവയെ വിഴുങ്ങുമ്പോൾ ദഹിപ്പിക്കാനും പാമ്പുകൾക്ക് വിഷം ഉപയോഗിക്കുന്നു. നിയമവിരുദ്ധമായി പലരും പാമ്പിനെ പിടികൂടുന്നത് കേട്ടിട്ടുണ്ട്. ഇതെന്തിനായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. പാമ്പിൻ്റെ വിഷത്തിന് രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. പാമ്പിൻ്റെ വിഷഘടകങ്ങൾ ചില മസിൽ റിലാക്സൻറ്റുകൾ, വേദന സംഹാരികൾ, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോഴ്സസ് എന്നിവയ്ക്കുള്ള മരുന്നുകൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു എന്ന് കരുതി ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ആരും പാമ്പ് പിടിക്കാനൊന്നും പോയേക്കല്ലേ. ചില പാമ്പുകൾ മുട്ടയിടുന്നതിന് പകരം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അതിലൊന്നാണ് അണലി. പരിണാമം കാരണം ചില പാമ്പുകൾക്ക് ഇൻഫ്രാറെഡ് കാഴ്ച ലഭിച്ചിട്ടുണ്ട്. ഇത് ഹീറ്റ് വിഷൻ എന്നും അറിയപ്പെടുന്നു. ഈ തണുത്ത രക്തമുള്ള ഉരകങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തുവിടുന്ന ചൂട് മനസ്സിലാക്കി ഇരയെ കണ്ടെത്തുന്നു. പാമ്പുകൾ നാവ് കൊണ്ട് മണം പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പാമ്പിൻ്റെ നാവ് വായു, ജലം, നിലം എന്നിവയിൽ നിന്നുള്ള രാസസംയുക്തങ്ങൾ പിടിച്ചെടുക്കുന്നു. ചില കടൽ പാമ്പുകൾക്ക് അവയുടെ ചർമ്മത്തിലൂടെ ഭാഗികമായി ശ്വസിക്കാൻ കഴിയും. ഇത് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ അവയെ സഹായിക്കുന്നു. പല പാമ്പുകൾക്കും വിശപ്പ് അനുഭവപ്പെടുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. ചിലവ 2-3 ദിവസത്തിലൊരിക്കൽ കഴിക്കും. മറ്റു ചിലത് 2 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇതെല്ലാം അവയുടെ ശാരീരിക പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാലാണ് മൃഗശാലകളിലെ പാമ്പുകൾ കുറച്ച് തവണ മാത്രം ഭക്ഷണം കഴിക്കുന്നത്. പാമ്പുകളെ വളരെ അടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടില്ലെങ്കിലും പുറമേ ഞാൻ ഒരു 4 പല്ല് മാത്രമേ അതിന് കണ്ടിട്ടുള്ളൂ. എന്നാൽ മിക്ക പാമ്പുകൾക്കും 200ഓളം പല്ലുകളുണ്ട്. അത് ഭക്ഷണം ചവയ്ക്കാൻ അവയെ സഹായിക്കുന്നു. അവയുടെ താടിയെല്ലിന് ചുറ്റുമുള്ള പേശി ടെൻഡോണുകൾ അവയേക്കാൾ 3 മടങ്ങ് വലിപ്പമുള്ള ഇരയെ വിഴുങ്ങാൻ അവയെ സഹായിക്കുന്നു. മെലിഞ്ഞ ശരീരമുള്ള പാമ്പുകൾക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വേഗത്തിൽ നീങ്ങാൻ കഴിയും. ഏറ്റവും അപകടകാരിയായ പാമ്പുകളിലൊന്നായ ബ്ലാക്ക് മാമ്പ മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗതയിൽ നീങ്ങുമെന്ന് പറയുന്നു. പാമ്പുകളെക്കുറിച്ച് രസകരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും കൂടുതൽ അറിയാമായിരിക്കും. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ പാമ്പുകളെ കാണാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്